ശക്തനായ സർവകൃപാലുവായ സർവജ്ഞാനിയായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷം ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 136 സങ്കീർത്തനം അതിൻ്റെ 23 വേദാംശത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, സ്തോത്രം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ച അവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, സ്തോത്രം. അടുത്ത 25 വാക്യം പറയുന്നു: സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, സ്തോത്രം. അപ്പോൾ തൻ്റെ ഭക്തനായിരിക്കുന്ന പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദാവീദ് ഈ സങ്കീർത്തനം വളരെ ശക്തമായി വിളിച്ചു പറയുമ്പോൾ ഓരോ വാക്കുകൾക്കകത്തും ദാവീദിൻ്റെ നിലവിളിയുടെ ശബ്ദം മുഴങ്ങുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും ആമേൻ, കർത്താവ് ഇന്ന് പകൽ ഒരു വലിയ അത്ഭുതം ചെയ്യുന്ന പകലായിരിക്കട്ടെ. ഇവിടെ 23 വാക്യം പറയുന്നു: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പറയാൻ പറ്റുമോ? സ്തോത്രം. തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്ന അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, സ്തോത്രം. ഈ പ്രഭാതം ദൈവത്തെ ഉയർത്തുന്നതായിരിക്കട്ടെ. ദൈവകുഞ്ഞെ, പലപ്പോഴും നമ്മെ താഴ്ത്തിക്കെട്ടുവാൻ ലോകവും ചാർച്ചക്കാരും ബന്ധുജനവും ഒരുപോലെ കരങ്ങൾ കോർക്കുമ്പോൾ ആമേൻ, ഇതിനെ ഒരിക്കലും പുറത്തു കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച വെല്ലുവിളികൾ നോക്കുമ്പോൾ ഈ പകലിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, 8 മാസം 27 ദിവസം ദൈവം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്റെ വൈരികളുടെ നടുവിൽ നിന്ന് വിടുവിച്ച ദൈവമാണ്, സ്തോത്രം. അപ്പോൾ വൈരികൾ തൻ്റെ ഭക്തര് നേരെ പാളയമിറങ്ങി നിൽക്കുമ്പോൾ വൈരികളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചൊരു ദൈവമുണ്ട് കേട്ടോ. ദാവീദിനെ പലപ്പോഴും പല സാഹചര്യത്തിലും അവൻ ഒതുക്കിക്കളയാൻ പദ്ധതികൾ മെനയുമ്പോഴും ദാവീദിന് പറയാനുള്ള ഒറ്റ കാര്യം ഇതാണ്: ആമേൻ, കർത്താവേ, നീ എൻ്റെ താഴ്ചയിൽ എന്നെ നീ ഓർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഈ വചനത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം, 1 വാക്യം മുതൽ 26 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഓരോ വാക്യത്തിനകത്തും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇതുവരെ കൊണ്ടുവരുവാൻ കർത്താവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. വൈരികളുടെ മെതിച്ച് വൈരികളുടെ നടുവിൽ കൂടെ എന്നെ നടത്തിയതിനെ ഓർത്ത് കർത്താവ് ഇതിനെ സ്തുതിക്കുന്നു. നിന്റെ ദയ എന്നേക്കുമുള്ളത്, സ്തോത്രം. ആമേൻ. രാവിലെ തോറും അവൻ്റെ വിശ്വസ്തതയും രാത്രി തോറും അവൻ്റെ ദയക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യാൻ നമുക്ക് ആമേൻ. ഓരോ ദിവസവും നമ്മെ നടത്തുന്ന, നമ്മെ മാനിക്കുന്ന, നമ്മെ അതിശയത്തോടെ മുൻപിലോട്ട് കരം പിടിച്ച് നടത്തുന്ന ആ വലിയ ദൈവത്തെ ഓർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാൻ കേട്ടോ. ആരെല്ലാം തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തിയാലും ദേശത്ത് നിന്നെ ഓരോ 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 മിനിറ്റുകളും താഴ്ത്തിക്കെട്ടുവാൻ ശത്രു എത്ര പരിശ്രമിച്ചാലും അവിടെയും ദാവീദ് പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ താഴ്ച കാണുമ്പോൾ എല്ലാവരും മാറിപ്പോകും. ആമേൻ. തോളി കൈയിട്ട് നടക്കുന്നവരും മാറിപ്പോകും. ഹല്ലേലൂയ. അതുവരെ നിന്നെ ആമേൻ പിന്തുടരുന്ന എല്ലാവരും താഴ്ച വരുമ്പോൾ എല്ലാവരും മാറും. ഹല്ലേലൂയ. എല്ലാവരും മാറി നിന്ന് നിന്നെ കളിയാക്കുമ്പോൾ ഇവിടെ ദാവീദ് പറയുന്നു, കർത്താവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 8 അധ്യായത്തിൻ്റെ 1 വാക്യം വായിക്കുമ്പോഴും ആവർത്തന പുസ്തകം 32-36 നമ്മൾ വായിക്കുമ്പോഴും അവിടെയും ഇതുപോലെ മോശ വിളിച്ചു പറയുന്നു, ദൈവമേ, നീ മാത്രമാണ് വിശ്വസ്തൻ, നീ മാത്രമാണ് എന്നും എന്നേക്കും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം.
ഹല്ലേലൂയ, നീ എന്നെ ഓർത്തിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവം നമ്മെ പലപ്പോഴും ഓർത്തിരിക്കുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിൽ ദൈവജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: നമ്മെ താഴ്ചയിൽ നമ്മെ ഓർത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും താഴ്ചകൾ വരുമ്പോൾ, വ്യക്തികൾ വിട്ടുമാറുമ്പോഴും ഒരിക്കലും വിട്ടുമാറാതെ നമ്മെ നടത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 8:1 പറയുന്നത്, ദൈവം നോഹയെയും അവനോട് കൂടെയുള്ള പെട്ടകത്തിൽ ഉള്ള സകല ജീവജാലങ്ങളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, സകലത്തെയും ഓർത്ത ഒരു ദൈവം. എല്ലാവരും മാറിപ്പോകുമ്പോൾ സകലത്തിൻ്റെ മേലും സകലത്തിൻ്റെയും അധികാരി അവരെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി ചത്തുപോകും. കർത്താവിൻ്റെ ഇത് ഒറ്റ കാറ്റ്. ആമേൻ. ആരെ ഓർത്തെന്നറിയാമോ? പെട്ടകത്തിലുള്ള സകല ജീവജാലങ്ങളെയും സകല മൃഗങ്ങളെയും ഓർത്ത് ദൈവം ഭൂമിയിൽ ഒരു കാറ്റ് അടിപ്പിച്ചു, വെള്ളം നിലച്ചു. പ്രൈസ് ദി ലോർഡ്. ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ആമേൻ. ആകാശത്തിലുള്ള മഴയും നിന്നു. സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ. മഴ പെയ്യാൻ പറഞ്ഞാൽ മഴ പെയ്യും, മഴ പെയ്യണ്ട എന്ന് പറഞ്ഞാൽ മഴ പെയ്യത്തില്ല. കാറ്റടിക്കാൻ പറഞ്ഞാൽ കാറ്റടിക്കും, കാറ്റടിക്കണ്ട എന്ന് പറഞ്ഞാൽ കാറ്റടിക്കത്തില്ല. ഇടി വെട്ടാൻ പറഞ്ഞാൽ ഇടി വെട്ടും, ഇടി വെട്ടണ്ട എന്ന് പറഞ്ഞാൽ ഇടി വെട്ടത്തില്ല. മിന്നൽ മാത്രം വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിന്നൽ മാത്രം വരും. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. മഴവില്ലിനോട് വരാൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോകും. സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ പറയുന്നു. ആമേൻ. സ്തോത്രം. കർത്താവേ, നീ എൻ്റെ താഴ്ചയിൽ ഓർത്തതിനായി നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നോക്കൂ, ആമേൻ. ദൈവത്തിൻ്റെ ഭക്തൻ പിന്നെയും പറയുന്നൊരു കാര്യം ഇതുണ്ട്. ആമേൻ. എന്നെ ഓർത്തിരിക്കുന്ന ഒരു ദൈവം കേട്ടോ. ഓർക്കുന്ന ദൈവം. എല്ലാവരും മാറിപ്പോകുമ്പോഴും നിന്നെ ഓർത്ത്, ആമേൻ, നിനക്ക് വേണ്ടി കാര്യാദികൾ ചെയ്യുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആവർത്തന പുസ്തകം 32:36 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: യഹോവ തൻ്റെ ജനത്തിൻ്റെ ന്യായത്തെയും വിധിയെയും അവരുടെ ബലം ക്ഷയിച്ചു പോയി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവപൈതലേ, സകലത്തിൻ്റെ മേലുമുള്ള സകലത്തിൻ്റെയും ഉടമസ്ഥനായ സകലത്തിൻ്റെയും ഉറവിടമായ സ്വർഗത്തിലെ ദൈവം യഹോവ തൻ്റെ ജനത്തെയും, പ്രൈസ് ദി ലോർഡ്, ജനത്തിൻ്റെ ന്യായത്തെയും ന്യായവിധിയെയും, പ്രൈസ് ദി ലോർഡ്, അവരുടെ ബലം ക്ഷയിച്ചു പോയി. ആമേൻ. ഹല്ലേലൂയ. സകലത്തിൻ്റെയും ക്ഷയിച്ചു പോയെങ്കിലും, സകലവും മാറിപ്പോയെങ്കിലും അവിടെയും അവൻ്റെ ദാസന്മാരെ കുറിച്ച് അനുദപിച്ചു. അവൻ എന്ത് ചെയ്തു? ആമേൻ. സ്വദാസന്മാരെ കുറിച്ച് അനുദപിച്ചു. അപ്പോൾ എല്ലാം ഇത് കാണുമ്പോൾ ദൈവം അനുതാപത്തോടെ അവരെ ചേർത്ത് പിടിക്കുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ദൈവം, ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് സകലത്തിൻ്റെ മേലുമുള്ള അധികാരങ്ങളെ നിശ്ചലമാക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചതിങ്ങനെയാണ്: ഹല്ലേലൂയ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാൻ, കണ്ണുകൾ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് പിന്നെ ഇടപെടട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം, അവരുടെ വാഹനങ്ങളെ നിയന്ത്രിക്കണം. സ്വർഗം രക്തം കൊണ്ട് മുദ്രയിടുമാറാകണമേ. അപ്പാ, അങ്ങയുടെ പൊന്നുരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാവേ, ദൈവം ഓരോ കുടുംബത്തെയും നന്മകളാൽ നിറയ്ക്കണം. ഞെരുക്കങ്ങൾ മാറട്ടെ, കണ്ണുനീരുകൾ മാറട്ടെ, ബുദ്ധിമുട്ടുകൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. കർത്താവേ, സമൃദ്ധിയുടെ ദിവസമാക്കി തീർക്കണമേ. നന്മയാൽ നിറയ്ക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം.